വയലൻസിന് ഈയിടെയായി നല്ല മാർക്കറ്റാണ്. അപ്പോൾ പിന്നെ അതിലൊരു പിടിപിടിക്കാം. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. വയലൻസ് ഓവറായാൽ സെൻസർ ചെയ്യും. അതിനൊരു വഴിയുണ്ട്. പടം 18+ ആക്കാം. അങ്ങനെ വരുമ്പോൾ അതും മാർക്കറ്റിംഗിന് വേണ്ടി ഉപയോഗിക്കാം. എന്നാൽ ഒരുവിധം വയലൻസ് എല്ലാം ആളുകൾ കണ്ടിട്ടുണ്ട്. അതിനൊരു വെറൈറ്റി പിടിക്കണം. പൊതുവെ കുട്ടികളോടുള്ള വയലൻസ് അങ്ങനെ എക്സ്പ്ലിസിറ്റ് ആയി സിനിമകളിൽ കാണിക്കാറില്ല. അതുകൊണ്ട് നമുക്ക് അത് പിടിക്കാം. ഇങ്ങനെയുള്ള വളരെ ക്ലവറായ ചില തോട്ട്സിൽ നിന്നുണ്ടായ ഒരു സിനിമയാണ് മാർക്കോ എന്നാണ് സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയത്. മാർക്കോ എന്ന സിനിമയുടെ അനാലിസിസ് വീഡിയോ ആണ്. സ്പോയിലേഴ്സ് ഉണ്ടായിരിക്കും. മാർക്കോ ആ ജോൺറ വെച്ച് നോക്കുമ്പോൾ നല്ല രീതിയിലെടുത്ത ഒരു പടമാണ്. ചില ഇഷ്ടക്കേടുകളുണ്ട്, ചില ക്രിഞ്ച് സംഭവങ്ങളുണ്ട്. എന്നിരുന്നാലും സംഭവം ബോറടിക്കില്ല. ഇനി എന്ത് സംഭവിക്കും എന്നൊരു ആകാംക്ഷയുണ്ട്. പിന്നെ അവരുടെ ക്ലോത്തിങ് ഒക്കെ കണ്ടിരിക്കാൻ രസമുണ്ട്. ഇതൊക്കെ കേരളത്തിൽ തന്നെയാണല്ലോ, അതും ഈ ചൂട് കാലാവസ്ഥയിലാണല്ലോ എന്നൊക്കെ ഓർക്കുമ്പോൾ ഒരു കോമഡി ഫീൽ തോന്നുമെങ്കിലും കണ്ടിരിക്കാൻ രസമാണ്. സിനിമയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചില സംഭവങ്ങൾ ആദ്യം പറയാം. ഉണ്ണി മുകുന്ദന് ഏറ്റവും നന്നായി ചെയ്യാൻ പറ്റുന്ന ഒരു വേഷമാണിത്. മാമാഗുവും മിക്കായിലും ഒക്കെ കണ്ടപ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യമുണ്ട്. ആക്ഷൻ സിനിമകളിൽ ഉണ്ണി മുകുന്ദന് തിളങ്ങാൻ കഴിയും. അതിനുവേണ്ട ഒരു സ്ക്രീൻ പ്രസൻസ് ഉണ്ണിക്കുണ്ട് എന്ന്. ഒരു തെലുങ്ക് സ്റ്റൈൽ മാസ് ആക്ഷൻ പടമൊക്കെ മലയാളത്തിൽ ചെയ്യാൻ പറ്റിയ ആളാണ് ഉണ്ണി മുകുന്ദൻ. രണ്ടാമത് എനിക്ക് ഇഷ്ടപ്പെട്ടത് സിനിമയിൽ സ്പോണ്ടേനിയസ് ആയി വരുന്ന പോലെ തോന്നിക്കുന്ന വയലൻസ് സീനുകളാണ്. വയലൻസ് ആൻഡ് ഫൈറ്റ് സീനുകൾ നല്ല വൃത്തിക്ക് ചെയ്തു വെച്ചിട്ടുണ്ട്. ആ കൈ കെട്ടിവെച്ചുള്ള ഫൈറ്റ് ഒക്കെ, പുഷ്പയിലെ കൈയും കാലും കെട്ടിവെച്ചുള്ള ഫൈറ്റ് ഒക്കെ ആലോചിക്കുമ്പോൾ ഗംഭീരമായിരുന്നു. വയലൻസിന്റെ ഗ്രാഫിക് ഡെപ്പിക്ഷൻ അത് എത്രത്തോളം വെറൈറ്റി ആക്കാം എന്നത് നല്ല രീതിയിൽ ആലോചിച്ചിട്ടുണ്ട് എന്ന് തോന്നുന്നു. ആസിഡിലിടൽ, കൈവെട്ടൽ, നടന്നുകൊണ്ട് പോകുന്ന ഒരാളെ ചുമ്മാ ഒന്ന് തട്ടൽ, ഡോഗുമായിട്ടുള്ള ഫൈറ്റ്, കവിൾ കീറൽ, അങ്ങനെ അവരെന്താണ് ഉദ്ദേശിച്ചത്, ആരെ ഉദ്ദേശിച്ചാണോ അതൊക്കെ ചെയ്തത്, അതിൽ നല്ല ആത്മാർത്ഥത കാണിച്ചിട്ടുണ്ട്. കഥയ്ക്ക് നല്ലൊരു ഒതുക്കമുണ്ടായിരുന്നു എന്നതാണ് വേറൊരു പോസിറ്റീവ്. സ്ഥിരം മാസ് ആക്ഷനിൽ നിന്ന് മാറി റെസ്ട്രിക്ഷൻ ഇല്ലാതെ ചിന്തിച്ചതിന്റെ ഒരു ഗുണം കഥയ്ക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല തുടക്കം, നല്ല രീതിയിൽ ട്വിസ്റ്റും ആക്ഷനുമായുള്ള പോക്ക്, നായകനും വില്ലനും ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന തിരക്കഥ, ഇതൊക്കെ കൊള്ളാം. വില്ലന്മാരുടെ പെർഫോമൻസും എടുത്തു പറയേണ്ടതാണ്. റസലും കൊള്ളാം, സൈറസും കൊള്ളാം. വയലൻസ് എങ്ങനെ സ്ക്രീനിൽ ഡയറക്റ്റായി കാണിക്കാം, അതിലൂടെ എങ്ങനെ പ്രേക്ഷകരെ ഷോക്ക് അടിപ്പിക്കാം എന്ന് ചിന്തിച്ച് അത് എക്സിക്യൂട്ട് ചെയ്തതിൽ മാർക്കോ വിജയമാണ്. ചുമ്മാ ഹൈപ്പിട്ട് വെറുതെ അങ്ങ് വിജയിച്ചതല്ല പടം കാണുന്നതിന് മുമ്പ് എനിക്ക് അങ്ങനെ ഒരു മുൻധാരണ ഉണ്ടായിരുന്നു. ചുമ്മാ കുറെ വയലൻസ് കുത്തിക്കയറ്റി എടുത്തത് കൊണ്ടുണ്ടായ ഒരു ഹൈപ്പ് മാത്രമായിരിക്കാം എന്ന്. എന്നാൽ സംഗതി അങ്ങനെയല്ല. സിനിമയുടെ പേസ്, ഡയറക്ഷൻ, സിനിമാറ്റോഗ്രാഫി, ആക്ഷൻ സീൻസ്, BGM എല്ലാം നല്ലതായിരുന്നു. പിന്നെ വയലൻസിന്റെ ഗ്രാഫിക് ഡെപ്പിക്ഷനും. ഇനി എനിക്ക് ഇഷ്ടപ്പെടാത്ത ചില സംഭവങ്ങൾ പറയാം. ഉണ്ണി മുകുന്ദനിൽ നിന്ന് തന്നെ തുടങ്ങാം. ഡയലോഗ് ഡെലിവറിയും സെന്റിമെന്റ് സീനിലെ അഭിനയവും അത്ര പോരായിരുന്നു. ഉണ്ണി മുകുന്ദന്റെ ഗെറ്റപ്പിലേക്ക് വന്നാൽ ബാക്കിയെല്ലാം കൊള്ളാം, ഹെയർ സ്റ്റൈൽ ഒഴിച്ച്. മുന്നിൽ മുടി തുന്നി വെച്ചതുപോലൊരു ഫീൽ. ഇനി ജഗദീഷിലോട്ട് വരാം. സംഭവം ജഗദീഷ് നന്നായി ചെയ്തിട്ടൊക്കെ ഉണ്ടാകാം. പക്ഷെ ആ ഇൻട്രോ സീനിലെ മുട്ടലെഴിഞ്ഞ് വരാൻ പറയുന്ന ഭാഗമൊക്കെ എനിക്ക് നല്ല ക്രിഞ്ചായി തോന്നി. അത് ജഗദീഷ് എന്ന നടനെ അവിടെ അങ്ങനെ കാണാൻ പറ്റാത്തത് കൊണ്ടാകാം. ആ ഒരു ബ്ലോക്കിനെ ഓവർകം ചെയ്യാൻ ജഗദീഷിന് സാധിക്കാത്തത് കൊണ്ടാകാം. ജഗദീഷിന് പകരം വേറെ ആരെങ്കിലും ആകാമായിരുന്നു എന്ന് തോന്നി ആ സീൻ കണ്ടപ്പോൾ. അടുത്ത പ്രശ്നം ഫാമിലി സെന്റിമെന്റ്സ് ആണ്. കുട്ടികളെ ഉപദ്രവിച്ച് കൊല്ലുന്ന രംഗം സിനിമയിലുണ്ട്. അതിനെക്കുറിച്ച് പിന്നീട് പറയാം. പക്ഷെ ആ രംഗങ്ങളിൽ ഫാമിലിയിലെ മുഴുവൻ ആളുകളും ഇങ്ങനെ മരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഇമോഷണലി പ്രേക്ഷകരുമായി കണക്ട് ചെയ്യുന്ന തരത്തിലുള്ള ഒരു പ്രകടനം സിദ്ദിഖിൽ നിന്നോ ഉണ്ണിയിൽ നിന്നോ മറ്റുള്ളവരിൽ നിന്നോ കിട്ടിയില്ല. വയലൻസിന്റെ കാഴ്ച കാണിക്കുക എന്നതിനപ്പുറം ആ രംഗങ്ങളിൽ അവിടെ വേണ്ട ഷോക്ക്, സെന്റിമെന്റ്സ് ഒന്നും വന്നില്ല. ഇനി കുട്ടികൾക്കെതിരെയുള്ള വയലൻസിലേക്ക് വരാം. കുട്ടികളെ കെട്ടിത്തൂക്കുക, ഗ്യാസ് കുറ്റി കൊണ്ട് തലക്കടിച്ചു കൊല്ലുക, അങ്ങനെ മറ്റ് സിനിമകളിലൊന്നും പൊതുവെ ആരും കാണിക്കാത്ത ചില ഗ്രാഫിക് ഡെപ്പിക്ഷൻസ് ഈ സിനിമയിൽ കാണാം. ഈ സീനിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവിടെ എത്തുമ്പോൾ നമ്മൾ ടോട്ടലി ഡിസ്കണക്റ്റഡ് ആകും. ഇതൊരു സിനിമയല്ലേ, ഇതൊക്കെ അഭിനയമല്ലേ എന്നൊരു ചിന്ത നമ്മുടെ തലച്ചോർ ഇട്ടുതരും. സിനിമയിലെ ആ സീനുകൾ കാണുമ്പോൾ ഇത് ആർക്ക് വേണ്ടിയാണ് എന്നൊരു തോന്നൽ മനസ്സിലേക്ക് വരും. അപ്പൊ ആ സിനിമയുടെ സംവിധായകനെയും ക്യാമറാമാനെയും ഒക്കെ നമ്മൾ ഇമാജിൻ ചെയ്യാൻ തുടങ്ങും. ഷോക്ക് വാല്യൂവിന് വേണ്ടി പ്രേക്ഷകരുടെ വയലൻസ് വോയറിസത്തെ ഉപയോഗിക്കാൻ സംവിധായകനും കൂട്ടരും എത്രത്തോളം പോകുമെന്ന് ഓർത്തുപോകും. ഒരു കുട്ടിയുടെ തലയിൽ ഗ്യാസ് സിലിണ്ടർ ഇട്ട് ചതയ്ക്കുന്നത് പ്രേക്ഷകരെ കാണിക്കാൻ കഴിയുന്നത് വലിയ കഴിവൊന്നുമല്ല, ഒരു തരം മുതലെടുപ്പാണ്. ഷോക്ക് വാല്യൂവിന് വേണ്ടി അത് വേറൊരു തരത്തിലും തരാൻ കഴിയാത്തവർ ചെയ്യുന്ന മുതലെടുപ്പ്. മറ്റു രീതിയിൽ സിനിമയെ ഒരു ഹോണ്ടിങ് എക്സ്പീരിയൻസ് ആക്കാൻ കഴിയാത്തതിനെ കവർ ചെയ്യാൻ വേണ്ടി കൂട്ടിച്ചേർത്തത്. ഇനി ഇതിൽ കൂടുതൽ വയലൻസ് ഇല്ല എന്ന് ഉറക്കെ വിളിച്ചു പറയുന്നത് പോലെ. ചുരുക്കത്തിൽ ഷോക്ക് വാല്യൂ അതിന്റെ പീക്കിൽ എത്തിക്കാൻ ഉപയോഗിച്ച ഒരു വയലൻസ് പോൺ എന്ന് വേണമെങ്കിൽ പറയാം. സിനിമയിൽ ഒരു വീട്ടിൽ കയറി അവിടെയുള്ള എല്ലാവരെയും ബ്രൂട്ടലായി കൊല്ലുന്ന രംഗം വെച്ചത് തന്നെ ഈ ഒരു ഷോക്ക് വാല്യൂ മുതലെടുപ്പിന് വേണ്ടിയാണ്. നായകന്റെ വില അവിടെ ഇടിഞ്ഞാലും കുഴപ്പമില്ല, പ്രേക്ഷകർ ഷോക്ക് ആകണം എന്ന തന്ത്രം അവിടെ വിജയിച്ചു. താൻ ജീവിച്ചിരിക്കുന്നിടത്തോളം നിനക്കൊന്നും സംഭവിക്കില്ല എന്ന മാസ് ഡയലോഗ് അടിച്ച നായകന്റെ കാമുകിയടക്കം നായകന്റെ കൺമുന്നിൽ മരിക്കുകയാണ്. നായകൻ പ്രതികാരം ചെയ്യാൻ നോക്കി, ഒടുവിൽ കുടുംബം മുഴുവൻ തീർന്നു കിട്ടി. അവസാനമുള്ള വയലൻസ് കണ്ട മതിമറന്ന പ്രേക്ഷകർ ആ വയലൻസിനായിരിക്കും ഹീറോയുടെ തോൽവിയേക്കാൾ മാർക്ക് കൊടുക്കുക എന്ന സംവിധായകന്റെ കണക്കുകൂട്ടൽ തെറ്റിയില്ല. കുട്ടികൾ നായകന്റെ കട്ട വില്ലനിസം അഥവാ ഹീറോയിസം പ്രകീർത്തിക്കുന്ന തരത്തിലുള്ള ഒരു സീനുണ്ട് സിനിമയിൽ. അത് ഒഴിവാക്കപ്പെടേണ്ടതായിരുന്നു എന്ന് തോന്നി. കുട്ടികളെ കൊണ്ട് വയലൻസിനെ പ്രകീർത്തിക്കുന്ന സംഭാഷണങ്ങൾ ചുമ്മാ പറയിക്കുന്നത് ഒഴിവാക്കാമായിരുന്നു. അതുകൊണ്ട് ആ സിനിമയ്ക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. സിനിമയിൽ ജഗദീഷിന്റെ കഥാപാത്രം മാർക്കോയുടെ ബുദ്ധിയെ കളിയാക്കുന്ന ഒരു ഡയലോഗ് ഉണ്ട്. പക്ഷെ ശരിക്കും ആലോചിച്ചാൽ ഈ സിനിമയിൽ ബ്രെയിൻ അങ്ങനെ നന്നായി ഉപയോഗിക്കുന്ന ആരുമില്ല. എന്തിന്, ജഗദീഷിന്റെ ടോണി പോലും ഒറ്റയ്ക്ക് മാർക്കോയുടെ മുന്നിൽ പോയി വലിയ ഡയലോഗ് അടിക്കുന്ന രംഗമുണ്ട് സിനിമയിൽ. അങ്ങനെ ഒരു സന്ദർഭത്തിൽ ഇത്തിരിയെങ്കിലും ബുദ്ധിയുള്ള ആരെങ്കിലും മാർക്കോയുടെ അടുത്ത് ഒറ്റയ്ക്ക് പോയി നിൽക്കുമോ? അതേ
അതേപോലെ റസലിനെ കൊല്ലാൻ നിൽക്കുമ്പോൾ അനിയന്റെ ഗേൾഫ്രണ്ട് പ്രഗ്നന്റ് ആണ്, അവർ വില്ലന്മാരുടെ കസ്റ്റഡിയിലാണ് എന്ന് പറഞ്ഞാണ് റസൽ രക്ഷപ്പെടുന്നത്. പക്ഷേ അനിയന്റെ ഗേൾഫ്രണ്ടിനെ എന്തെങ്കിലും ചെയ്താൽ റസലിനെ തീർക്കുമെന്ന് പറഞ്ഞാൽ വില്ലന്മാർക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റാതെ ആകില്ലായിരുന്നു എന്ന് ഞാൻ ചിന്തിച്ചുപോയി. പിന്നെ സിനിമയിലെ പുകവലി പേഴ്സണലി കുറച്ച് ഓവറായി തോന്നി. സിനിമ കണ്ടു കഴിഞ്ഞാലും നമ്മളെ ഹോൺ ചെയ്യുന്ന തരത്തിലുള്ള വയലൻസ് ഒന്നും സിനിമയിലില്ല. അത്തരം വയലൻസ് ഉണ്ടാക്കിയെടുക്കാൻ നല്ല പാടാണ്. മാർക്കോയിലുള്ളത് സിനിമ കണ്ടു കഴിയുമ്പോൾ മറക്കുന്ന ഒട്ടും ഹോൺ ചെയ്യാത്ത വയലൻസ് ആണ്. അതായത് കുറച്ച് വയലൻസിന്റെ ചിത്രീകരണം മാത്രം. അതിൽ പക്ഷേ അവർ വിജയിച്ചിട്ടുണ്ട്. സിനിമയിൽ ഉപയോഗിച്ച പ്രൊസ്തെറ്റിക്സ്, മേക്കപ്പ് ഇത് രണ്ടും എടുത്തു പറയേണ്ടതാണ്. കൈ വെട്ടുന്നതും കവിൾ കീറുന്നതും കൈവിരൽ കീറുന്നതുമൊക്കെ നല്ല ഇമ്പാക്ട് ഉണ്ടായിരുന്നു. ചുരുക്കി പറഞ്ഞാൽ കുട്ടികളുടെ നേർക്കുള്ള വയലൻസിന്റെ രംഗത്ത് അവർ കാണിച്ച ആ ഒരു ആർത്തി ഒഴിവാക്കിയാൽ ബാക്കിയെല്ലാം ഈ ഒരു ജോൺറിക്ക് ചേരുന്ന രീതിയിൽ നന്നായി തന്നെ വന്നൊരു സിനിമയാണ് മാർക്കോ. ചില ക്രിഞ്ച് നിമിഷങ്ങൾ ഉണ്ടെങ്കിലും. അപ്പൊ എന്താണ് മാർക്കോ എന്ന സിനിമയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം? കമന്റ് ബോക്സിൽ എഴുതുമല്ലോ. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.